കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവ് നായ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നും കത്തിൽ. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്താണ് കത്തിന്റെ ഉള്ളടക്കം? ജിൽസി, വന്യജീവി വിഷയങ്ങളിലും അതോടൊപ്പം തെരുവുനായ വിഷയങ്ങളിലും നേരത്തെ തന്നെ പല ആവർത്തി കേരള കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും വേണമെന്നും ശുപാർശയുണ്ട്. തെരുവ് നായകൾ, അതോടൊപ്പം വളർത്തു നായകൾ എന്നിവ വേർതിരിവില്ലാതെ ഉടമസ്ഥയിലില്ലാത്ത മുഴുവൻ നായ്ക്കളെയും കൂട്ടിലടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കണം. പേവിഷബാധ സ്ഥിരീകരിക്കുന്ന പ്രദേശത്തെ മുഴുവൻ തെരുവ് നായ്ക്കളെയും പിടികൂടി കൊല്ലണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷിപ്പനി ബാധിക്കുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ പക്ഷികളെയും കൊന്നുകളയുന്നതാണ് ഇക്കാര്യത്തിൽ മാതൃകയാക്കേണ്ടതെന്നും ജോസ് കെ മാണി കത്തിൽ പറയുന്നു. ജോസ് കെ മാണി നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ഈ വന്യമൃഗ ശല്യവുമായൊക്കെ ബന്ധപ്പെട്ട് നിരന്തരം സമരങ്ങളും ഒപ്പം തന്നെ ഇങ്ങനെ അവരുടെ പ്രതിഷേധങ്ങളുമൊക്കെ, കർഷകരുടെ പ്രതിഷേധങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു നിയമസഭ ചേരണം എന്നുള്ള ഒരു ആവശ്യം ഒരു ഭരണകക്ഷിയുടെ ഭാഗമായി തന്നെ ജോസ് കെ മാണി ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടോ ജോസി? തീർച്ചയായും ഇത് സർക്കാർ ഗൗരവ തരത്തിൽ പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് എമ്മുള്ളത്. കൂടാതെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലും കേരള കോൺഗ്രസിന്റെ അതൃപ്തിയുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അത്തരം വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. വനം മന്ത്രി അടക്കം മാറ്റണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ഈ വന്യജീവി പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് വനം മന്ത്രിക്കും വനം വകുപ്പിനും കഴിയുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. പ്രത്യേകിച്ച് മലയോര കുടിയേറ്റ മേഖലയിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് സ്വാധീനവും ഉള്ള മേഖലയാണ്. ആ മേഖലയിൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നത് അവരുടെ വോട്ട് ബാങ്കിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആ നിലയ്ക്ക് അവിടെ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ വനം വകുപ്പിന്റെ നടപടികൾ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേരള കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി തന്നെയാണ് അത്തരത്തിൽ വനം വകുപ്പിനെതിരെ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സമീപ സമയത്ത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന തെരുവ് നായ ശല്യം, ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണി എം പി കത്തയച്ചിരിക്കുന്നത്. സർക്കാർ ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ശരി, ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.